ഹലോ ഗൈസ്, അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പെയിൻറ്റിങ് ഇതാ ഈ കാണുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളേഴ്സ് വേണം. ഗ്രീന്, ബ്ലൂ, റെഡ്, ബ്ലാക്ക്, യെല്ലോ, വൈറ്റ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ട കളേഴ്സ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗ്രീൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് വേണ്ടതുകൊണ്ട് നമ്മൾ പച്ചയും നീലയും കറുപ്പും ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാക്കാം. ഈ ഡാർക്ക് ഷെയ്ഡാണ് ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കൊടുക്കുന്ന കളർ. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു ഷേപ്പ് വരയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കളറങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പച്ചേൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കാം. അതിന് കുറച്ച് ബ്ലാക്ക് ഗ്രീനിന് ആഡ് ചെയ്യുക. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കളറിനേക്കാളും ലൈറ്റ് ആയിരിക്കും. അതുമാത്രമേ. എന്നിട്ട് ഇങ്ങനെ ലൈറ്റാക്കി ഇതോ ഈ കാണുന്ന പോലെ ഒരു ഫ്ലാറ്റ് ബ്രഷ് ചെരിച്ച് വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു പോയിന്റ് ബ്രഷ് വെച്ചിട്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കാം, നീളത്തിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ ഫ്ലവേഴ്സ് ആഡ് ചെയ്യാം. അത് ഒരു റൗണ്ട് ബ്രഷോ ഇല്ലെങ്കിൽ പോയിന്റ് ബ്രഷോ ഇഷ്ടമുള്ള എന്തെങ്കിലും ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കും. ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സൈസിൽ ഫ്ലവേഴ്സ് നമുക്ക് എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നുള്ള പണി ഈ നടുവിൽ കാണുന്ന ഓറഞ്ച് സാധനം ആക്കലാണ്. അത് കുറച്ച് മഞ്ഞയിൽ കുറച്ച് ചുവപ്പ് ആഡ് ചെയ്ത് ഓറഞ്ച് ആക്കുക. എന്നിട്ട് ഇങ്ങനെ കാണുന്ന പോലെ കുത്ത് ഇട്ടുകൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞ വെച്ച് കുത്ത് ഇട്ടുകൊടുക്കുക. അങ്ങനെ ചെയ്ത് കുറച്ച് ലൈറ്റ് ഡാർക്ക്, ഒരു ഭാഗത്തെ ലൈറ്റ് ഒരു ഭാഗത്തെ ഡാർക്ക്, ഇങ്ങനെ കുത്ത് ഇട്ടുകൊടുക്കുക. എന്നപ്പം നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടും. പിന്നെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് സ്ഥലം കുറേ അവിടെ ഇവിടെ ഉണ്ട് തോന്നുകയാണെങ്കിൽ അവിടെ ചെറുതായിട്ട് ചെറിയതായിട്ട് കുട്ടി ഫ്ലവേഴ്സ് ആഡ് ചെയ്ത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.